വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് ഇവിടെ വന്നു കിടക്കുന്നത്. നാം അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചോളണമെന്ന് നിർബന്ധമുണ്ട്. ചിലർക്കൊക്കെ അടുത്ത ഗഡുവായി 4000 രൂപ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 9 കോടിയോളം വരുന്ന കർഷകർ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ചാനലുകളും മാധ്യമങ്ങളും PM കിസാന്റെ 22ാം ഗഡു ഫെബ്രുവരി അവസാന വാരത്തോടെ ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കർഷകർക്കിടയിൽ PM കിസാൻ വിതരണ തീയതി ചർച്ചയാവുകയാണ്. ഒരു ഗഡുവിന്റെ വിതരണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗഡുവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. പലരും ഇതൊരു വിഷയമാക്കിയെടുത്ത് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 നവംബർ 19 തീയതിയാണ് 21ാം ഗഡുവിന്റെ വിതരണം നടന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT പദ്ധതികളിലൊന്നാണ് PM കിസാൻ. 2000 രൂപയുടെ തുല്യ ഗഡുക്കളായി വർഷത്തിൽ 6000 രൂപ മുടങ്ങാതെ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കിസാൻ. 22ാം ഗഡുവിന്റെ കാലതാമസം ഒഴിവാക്കാനായി കർഷകർ അവരവരുടെ യോഗ്യത പരിശോധിക്കാനും EKYC പൂർത്തിയാക്കാനും ഭൂമിയുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട കാര്യം ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ പുതിയൊരു മെസ്സേജ് PM കിസാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വിവരം നിങ്ങൾ കണ്ടിരുന്നോ? ഇതാ ഇവിടെയുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് ഇവിടെ വന്നു കിടക്കുന്നത്. അതിന്റെ ചുരുക്കം ഇതാണ്. PM കിസാൻ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട ചില സംശയാസ്പദമായ കേസുകൾ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 2 വിധത്തിലുള്ള കേസുകളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1/2/2019 ശേഷം ഉടമസ്ഥാവകാശം നേടിയ കർഷകർ. 2, ഒന്നിലധികം കുടുംബാംഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന കേസുകൾ. ഭൗതിക പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ അത്തരം കേസുകൾക്കുള്ള ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 22ാം ഗഡുവിന്റെ വിതരണത്തിന് മുമ്പ് ആധാർ ലിങ്കേജ്, ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. മുൻഗഡുക്കൾ കൃത്യമായി ലഭിച്ചിട്ടുള്ള കർഷകർക്ക് അടുത്ത ഗഡു കൃത്യസമയത്ത് തന്നെ ലഭിച്ചേക്കാം. എന്നിരുന്നാലും PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി അവരവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 22ാം ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി അവസാനം ഉണ്ടാകുമെന്ന് പറയുന്നത് ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ധാരണകൾ ശരിയാകാറുണ്ട്. ഇതും അതുപോലെ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 4 മാസത്തെ കാലയളവിൽ ലഭിക്കേണ്ട ഗഡു ചിലപ്പോഴൊക്കെ നേരത്തെ അനുവദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലേക്കുള്ള 21ാം ഗഡു നമുക്ക് നവംബർ 19 തന്നെ ലഭിച്ചിരുന്നു. അതുപോലെ ഇനി ലഭിക്കാനുള്ള ഗഡു ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലേക്കുള്ള ഗഡുവാണ്. അത് ഫെബ്രുവരി മാസത്തിൽ തന്നെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫെബ്രുവരി, ജൂൺ, നവംബർ മാസങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. അതായത് ഫെബ്രുവരി, ജൂൺ, നവംബർ മാസങ്ങളിൽ കർഷകർക്ക് വിത്തുകൾ, വളങ്ങൾ, ജലസേചനം, പണിക്കൂലി തുടങ്ങിയ കാർഷിക ചെലവുകൾക്കായി പണം വളരെ അത്യാവശ്യമായ സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ ഗഡു നവംബർ മാസത്തിൽ തന്നെ വിതരണം ചെയ്തതിന്റെ കാരണവും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കിട്ടേണ്ട 22ാം ഗഡുവും ഫെബ്രുവരിയിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നാം അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണക്ക് പ്രകാരം ഏപ്രിൽ മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള കാലയളവിൽ ഏത് ദിവസം വേണമെങ്കിലും ആവാം. പക്ഷേ കർഷകരെ സഹായിക്കാനായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ടെന്ന കാര്യം സ്വാഗതാർഹമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ചിലർക്കൊക്കെ അടുത്ത ഗഡുവായി 4000 രൂപ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം ഓരോ ഗഡു പുറത്തിറക്കുന്നതിന് മുമ്പും സർക്കാർ നടത്താറുള്ള കർശനമായ പരിശോധനകൾ പൂർത്തീകരിക്കാത്തതിനാലോ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ മൂലമോ കഴിഞ്ഞ ഗഡു മുടങ്ങിയിട്ടുള്ള കർഷകർക്കാണ് 22ാം ഗഡുവിനൊപ്പം കഴിഞ്ഞ ഗഡുവിന്റെ 2000 രൂപ കൂടി ചേർത്ത് 4000 രൂപ കിട്ടുക. പക്ഷേ എല്ലാ ഗഡുക്കളും കൃത്യമായി ലഭിച്ചിട്ടുള്ള കർഷകർക്ക് 2000 രൂപ മാത്രമാണ് ലഭിക്കുക. ഇനി PM കിസാന്റെ എലിജിബിലിറ്റിയെ കുറിച്ച് പറയാം. കാർഷിക യോഗ്യമായ ഭൂമി കൈവശമുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം. കുടുംബാംഗങ്ങളിൽ ആരും തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിക്കാരോ റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ കൈപ്പറ്റുന്നവരോ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരോ ആയിരിക്കരുത്. കർഷകർ EKYC പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം. ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഭൂരേഖകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.